ഇന്ന് ഞാൻ ചക്കക്കുരുവിൻ്റെ ഒരു അവലൂസ് പൊടിയാണ് ഉണ്ടാക്കുന്നത്. അതിനിതാ ചക്കക്കുരു കഴുകിയിട്ട് ഞാൻ നല്ലോണം വെള്ളത്തിൽ കഴുകിയതിന് ശേഷം മേലത്തെ തൊലി കളഞ്ഞിട്ട് പുഴുങ്ങിയെടുത്തതാണ്. ഇനി പിന്നെ അതിലേക്ക് വേണ്ട സാധനം നാളികേരം, ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് ജീരകം, കുറച്ച് എള്ള്, കുറച്ച് ഉപ്പ് പൊടി, പിന്നെ ഏലക്കായപ്പൊടി ലാസ്റ്റ് ചേർക്കുന്ന കാണിച്ചു തരാം. ഇനി ഞാൻ ഈ ചക്കക്കുരു ഒന്ന് മിക്സിയിൽ ഒന്ന് അരയാൻ പാടില്ല, ഒന്ന് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടിട്ട് ചക്കക്കുരുക്കെ ഇതേ പരുവത്തിലാണ് ചതച്ചെടുക്കേണ്ടത്. ചതക്കല്ല, കുറച്ചൊന്ന് പൊടിച്ചെടുക്കാൻ നന്നായി പൊടിഞ്ഞാൽ ഈ കട്ടമാതിരി വരും. ഇത് കണ്ടോ, നല്ല ഉലർന്നിട്ടാണ് വന്നത്. അത് ചക്കക്കുരു ഒന്ന് നമ്മൾ പുഴുങ്ങിയതിന് ശേഷം ഒന്ന് വെയിലത്തൊന്ന് കാണിച്ച് ഒന്ന് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ അത് നല്ലോണം വെള്ളമൊക്കെ പോയി കിട്ടും, ഡ്രൈ ആയി കിട്ടും കേട്ടോ. എന്നിട്ടൊന്ന് മിക്സിയിലിട്ട് കറക്കി കൊടുത്താൽ മതി. പിന്നെ മിക്സിയിൽ ഒന്ന് മെല്ലെ ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്തിട്ട് ആയതാണ്. ഇത് കട്ടയൊന്നും ആവരുത്. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് നാളികേരമാണ് ഇട്ട് കൊടുക്കുന്നത്. നാളികേരം എത്ര ഇട്ട് കൊടുക്കുന്നു അത്രയും നല്ലതാട്ടോ. ഞാൻ ഒരു നാളികേരം എടുത്തിരിക്കുന്നു. ഇനി നാളികേരം കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നാളികേരം കുറച്ച് കുറഞ്ഞു വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഞാൻ ചെറിയ ഉള്ളി, ഇതാ ഒരു കപ്പ് ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നു, അതും ഇടുന്നുണ്ട്. കുറച്ച് നാളികേരമായാലും കുഴപ്പമില്ല. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതാ കുറച്ച് ജീരകം, പിന്നെ ഇട്ട് കൊടുക്കുന്നത് കറുത്ത എള്ളാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് പൊടിയാണ്. കുറച്ച് ഉപ്പ് പൊടി നോക്കിയിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചക്കക്കുരു ഉപ്പ് പൊടി ഉപ്പിടാതെയാണ് പുഴുങ്ങി. ഇനി നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അറിയില്ല കേട്ടോ. കുട്ടികളെ അവലൂസ് പൊടി അരിൻ്റെയാണെന്ന് വിചാരിക്കുകയുള്ളൂ. കുട്ടികളെ വയറ്റിൽ ഈ ചക്കക്കുരു എത്തും ചെയ്യും. ഈ ചുവന്ന തൊലി അടക്കമുള്ളത് കഴിച്ചാൽ നല്ലതാട്ടോ. അങ്ങനത്തെ ഒരു അസുഖങ്ങളൊന്നും വരില്ല. ചുവന്ന തൊലി അടക്കം ഇട്ടിട്ടുണ്ടെങ്കിൽ മേലത്തെ വെള്ള തൊലി മാത്രം കളഞ്ഞാൽ മതി. ഞാനിവിടെ അങ്ങനെ ചക്കക്കുരു എടുക്കൽ. അതേമാതിരി എല്ലാവരും ചെയ്തോളൂ കേട്ടോ. അത് നല്ലോണം ഒന്നിട്ട് കൈ കൊണ്ട് ഒന്നിട്ട് ഇതിങ്ങനെ ആക്കി കൊടുക്കുക. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഏലക്കായ പൊടി വേണമെങ്കിൽ ഇപ്പം ചേർക്കാൻ, എന്നാലും നല്ല മണം ഉണ്ടാവും. അത് കുറച്ച് കഴിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമില്ല. വേണമെങ്കിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം. ഞാൻ പോയിട്ട് എടുത്ത് കൊണ്ടിട്ട് കേട്ടോ ഏലക്കാപ്പൊടി. ഇങ്ങനെ ഏലക്കാപ്പൊടി എടുത്തുകൊണ്ടിങ്ങനെ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് അതിട്ടോ മതി. നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇത് കുറച്ച് നേരം ഇരിക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ ഇതെല്ലാം കൂടെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മക്കൾക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ചക്കക്കുരു ഒന്നും അറിയേയില്ല. പിന്നെ എന്താ, ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ലോണം വറന്ന് വരുമ്പോൾ അപ്പോൾ കുറച്ച് ജാസ്തി ചക്കക്കുരു എടുത്താൽ അതിനനുസരിച്ച് നാളികേരം എടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത്. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. നാളികേരും കൂടി ചക്കക്കുരും കൂടി നല്ലോണം അങ്ങോട്ട് പിടിച്ച് വരും. ഈ വീഡിയോ കാണുന്നവർ എനിക്കൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് തരണേ, ചെയ്യാത്തവരാരെയും ഉണ്ടെങ്കിൽ. പിന്നെ ഞാൻ ചക്കക്കുരുവിൻ്റെ ഒരു വീഡിയോ 2 ദിവസം കഴിഞ്ഞിട്ട് ഇട്ട് തരാം. ഞാൻ മിനിഞ്ഞാന്ന് 2 ദിവസം മുന്നേ ഒരു ചക്കക്കുരുവിൻ്റെ ഒരു ഇത് ഇട്ടുണ്ടായിരുന്നു. ഒരു ചിക്കൻ മാറി നിൽക്കണം കേട്ടോ, അത്ര ടേസ്റ്റുള്ളൊരു സാധനമാണ് ഞാൻ ഇട്ടത്. അത് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് തരാം. ആ വീഡിയോ ഞാൻ മിനിഞ്ഞാന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ അവലൂസ് പൊടി ആദ്യം ഇടാൻ വിചാരിച്ചിട്ടാണ് അതൊന്നും ഇടാഞ്ഞത്. 2 ദിവസം കഴിഞ്ഞാൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതും അതും ഒന്ന് ചെയ്ത് നോക്കണേ, അത്ര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ മിനിഞ്ഞാന്ന് എടുത്തൊരു വീഡിയോ ഇട്ട് കാണിച്ചു തരുന്നുണ്ട്. അത് അത്ര നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഊണ് കഴിക്കാനൊക്കെ. നമ്മൾ ചിക്കനൊക്കെ വെച്ചാൽ ചിക്കൻ ഫ്രൈ ചെയ്ത മാതിരി തന്നെ ഉണ്ടാവും. അതായത് ഞാൻ ഇതിങ്ങനെ തട്ടി പൊത്തി വയ്ക്കുന്നുണ്ട്. കുറച്ച് സമയം തട്ടി പൊത്തി വെച്ചിരിക്കുന്നു. അതേമാതിരി തട്ടി പൊത്തി വയ്ക്കുന്നുണ്ട്.
ഇനി കുറച്ച് സമയം ഇതൊന്ന് ഇവിടെ ഇരുന്ന് പിടിക്കട്ടെ കേട്ടോ. ഒന്ന് ഞാൻ അടച്ച് വെക്കട്ടെ. ഇനി ഞാനൊന്ന് അടച്ച് വെച്ചിരിക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വറുത്തൊന്നും കാണിച്ചു തരാം. ഇനി ഇതൊന്ന് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. നമുക്കിനി വറക്കാൻ നോക്കാം കേട്ടോ. ഇതാ നല്ലോണം റെഡി ആയിരിക്കുന്നിട്ട് കുതിർന്നിട്ടൊക്കെ നല്ലൊരു സ്മെല്ലുണ്ട്. ഇതൊന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും. ഞാനൊരു ചീനിച്ചട്ടി വെക്കട്ടെ. ഞാനൊരു ചീനിച്ചട്ടി വെച്ചിരുന്നേ. ചീനിച്ചട്ടി ഇൻഡാലിയത്തിൽ കേട്ടോ ഞാൻ വെച്ചത്. അടി കട്ടിയുള്ള പാത്രമായിരിക്കണം. മറ്റ് ഇളക്കുമ്പം അടിയിൽ കരിഞ്ഞു പോകും. അപ്പം ഞാൻ ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടിയൊക്കെ ആകുമ്പോൾ നല്ല കട്ടിൽ. പിന്നെ ഉരുളി പിന്നെ എടുക്കണ്ട വിചാരിച്ചിട്ട്. വലിയ ഉരുളിയാണ്, കുറച്ചല്ലേ ഉള്ളൂ സാധനം. അതുകൊണ്ട് ഞാൻ ഉരുളി എടുക്കാഞ്ഞു കേട്ടോ. പിന്നെ അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നേ. ഇനി ഞാനൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അധികം ഫ്ലെയിം കൂട്ടി വെക്കണ്ട, മീഡിയം സൈസിൽ വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം വളർന്നതിന് ശേഷം കുറച്ചും കൂടെ തീ കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നല്ലോണം ഒന്ന് വറുത്തെടുക്കട്ടെ. മൂത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. മൂത്തിട്ടില്ല കേട്ടോ. അതാ നല്ലോണം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരണം. ചക്കക്കുരുവിൻ്റെ തേങ്ങേൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വറ്റിയിട്ട് വേണമല്ലോ ഇത് മുരിയാൻ കിടന്നിട്ട്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറി പോകാൻ പാടില്ലുമ്പോൾ അപ്പം അത് അടുക്കി പിടിക്കും. ഇളക്കിക്കൊണ്ടിരിക്കണം. നാളികേരവും ചക്കക്കുരു അതിനെക്കൊണ്ട് പെട്ടെന്ന് പിടിക്കും ചക്കക്കുരു. അതാണ് കട്ടിയുള്ള പാത്രം എടുക്കണം എന്ന് പറഞ്ഞത്. ഇതുണ്ടോ മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നല്ലോണം മൊരിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇനി കുറേ സമയം ഇനിയും വേണം. നല്ലൊരു മണം കേട്ടോ വരുന്നത്. ഈ എല്ലാം കൂടെ ചെറിയ ഉള്ളിൻ്റെയും നാളികേരവും ഏലക്കായും എല്ലാം കൂടി മണം, നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മൾ അവലോസ് പൊടി ബ്രൗൺ നിറായി തുടങ്ങിക്കുന്നേ. ഇനി ഇത് എന്താ വെച്ചാൽ ഒരു കറുപ്പ് തോന്നിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ചക്കക്കുരുവിൻ്റെ ആ തൊലി, മേലത്തെ തൊലി മാത്രമല്ലേ കളഞ്ഞിട്ടുള്ളൂ. ആ ചുവപ്പ് തൊലി കളഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടാട്ടോ കറുപ്പ് തോന്നുന്നത്. അപ്പോൾ അത് നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട്. ഒന്നും കൂടെ ഇത് മൂക്കണം കേട്ടോ. എന്നിട്ട് ഓഫാക്കാൻ പറ്റുള്ളൂ. മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ആദ്യം അങ്ങനെയൊന്നും വരില്ലായിരുന്നു. ഇത് കണ്ടില്ലേ, അപ്പം നല്ലോണം മൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ലോണം അങ്ങനെ എടുക്കുമ്പോൾ അതാ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഒന്നും കൂടെ നല്ലോണം മൊരിയട്ടെ കേട്ടോ. ഇതാ നല്ലോണം വറന്നിക്കുന്നേ, നല്ലോണം മൊരിഞ്ഞിക്കുന്നു. ഇതാ നല്ല കിരികിരിന്ന് ഒച്ച കേൾക്കണ്ടേ. ഞാനിത് ഗ്യാസ് ഓഫാക്കണേ. ഇത് എള്ളും ചക്കക്കുരുവിൻ്റെ തൊലി എല്ലാം കൂടി കൂടിയിട്ടാട്ടോ ഒരു കറുപ്പ് നിറം വരുന്നത്. അതിപ്പോൾ എന്താ ബ്രൗൺ ഗോൾഡൻ കളറായിരിക്കുന്നത്. ഞാനൊന്ന് ഗ്യാസ് ഓഫാക്കാണ്. വേറൊരു പാത്രത്തിലേക്ക് തട്ടട്ടെ. നമ്മൾ ചക്കക്കുരു വെച്ചിട്ടുള്ള
അവലൂസ് പൊടി ഇവിടെ റെഡി ആയിക്കണേ. നല്ല മുരുമുരാന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് പഞ്ചസാര കൂട്ടിയിട്ട് വേണമെങ്കിൽ പഞ്ചസാര കൂട്ടി കഴിക്കുക. അല്ല മധുരം കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അങ്ങനെ കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്.